Come behind the green room. I'll be waiting for you. ഇവൻ ഇത് എവിടെ പോയി കിടക്കുക? അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ ഭ്രാന്തി പിള്ളേരുടെ കിട്ടുന്ന ഗ്യാപ്പിൽ ഉടനെ സ്ഥലം വിട്ടില്ലെങ്കിൽ പണി പാളും. അഞ്ജലി, നീ അവനെ വിളിച്ചു നോക്കിയോ? He is not reachable. പക്ഷേ എന്റെ ഊഹം ശരിയാണെങ്കിൽ I know where he is. എവിടെ? ഇതിനാണ് പെട്ടെന്ന് ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഇവനെയൊക്കെ സമ്മതിക്കണേ. ഒന്നിവിടെ ട്രൈ ചെയ്യണോ? അതെ, നിന്റെയൊക്കെ ഒരു മറ്റേ പണികാരൻ എനിക്കിവിടെ മൂത്രമൊഴിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ഇനി അതിന്റെ ഇടയില ഇത് വക്കച്ച വേറെ വണ്ടിയൊന്നുമില്ലേ? ഇവന്റെ ഈ വൃത്തിയോട് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ലോകത്തിലെ ഏറ്റവും നല്ലൊരു കാര്യത്തിന് നീ ഇങ്ങനെ വൃത്തിയിടുന്നോ ഞാൻ ആക്ഷേപിക്കല്ലേ. ഒരു ദിവസം നിനക്കും പട്ടി ചർച്ചയൊക്കെ നമുക്ക് പിന്നെ വന്ന് കേറ്. ഇതൊന്നും തീരുന്ന ലക്ഷണം കാണുന്നില്ല മോനെ. എല്ലാരും നിങ്ങളെ പോലെ അല്ലല്ലോ. കലവറ തുറന്ന് എന്റെ അമ്മ ഒരു രക്ഷയില്ല. ഈ ഫാൻസിന്റെ ഒക്കെ ഒരു കാര്യം ഒക്കെ വലിച്ച് അലമ്പാക്കി. ഫാൻസിന്റെ കാര്യം ഡ്രസ്സൊക്കെ വലിച്ച് അലമ്പാക്കി അല്ലടാ മോനെ. ഒരു തമാശക്കാരൻ. തമാശ കുറച്ച് കൂടിയിട്ടുള്ള കുഴപ്പമേ ഉള്ളൂ. കേറ് കേറ്. വാ വാ വാ. ഒന്നാമൻ തിങ്കളിൽ ഒരു രൂപമായി രണ്ടാമൻ തിങ്കളിൽ ഇരുരൂപമായി. എന്തായിട്ട് ഒറ്റയ്ക്ക് താഴെ കാണാഞ്ഞപ്പോ ഞാൻ കരുതി പോയി കിടന്നുറങ്ങിയിട്ടുണ്ടാവെന്ന്. എനിക്ക് AC തീരെ പിടിക്കില്ല. അല്ലേലും അതൊരു പറ്റിപ്പല്ലേ. തണുപ്പില്ലാത്തപ്പോൾ തണുപ്പുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് പറ്റിക്കുകയല്ലേ. ഒരു ഉപദ്രവമില്ലാത്ത ആ സാധനത്തിന് ഇങ്ങനത്തെ ഒരു ഫിലോസഫി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നിന്റെ അപ്പന്റെ പറമ്പിൽ മാറ്റിയതാ. വെറുതെ അല്ല, റബ്ബറിന്റെ ചവ. മറന്നിട്ടില്ല അല്ലേ? മൂന്നാമൻ തിങ്കളിൽ മുട്ട നാലാമൻ തിങ്കളിൽ നാഗസമൂർത്തി അഞ്ചാമൻ തിങ്കളിൽ പഞ്ചമി നോറ്റുക. ഹലോ, എന്താണ് മറിയേ? എനിക്ക് കോൾ എടുത്താലെന്നാ? ഇന്നെങ്കിലും ഒന്ന് പള്ളി പോണം, നോമ്പ് തുടങ്ങാം. അതുകൊണ്ട് ഇന്ന് കള്ളുകൂടിയും നോൺ വെജും ഒന്നും വേണ്ട. അത് പറയാനാ വിളിച്ച. ശരി. എന്ത് ശരി? കയ്യിലുള്ള ബിയർ ബോട്ടിൽ ഒന്ന് താഴെ വെച്ചേ. എടാ, ഒന്ന് വിളിച്ചിട്ട് എത്ര നാളായി? നിന്റെ കുരുത്തക്കേടുകളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. ഇന്നലെ സാറയുടെ ചെക്കൻ അവന്റെ ഐപാഡിൽ കാണിച്ചു തന്നു നിന്റെ ബാംഗ്ലൂരിലെ സംഭവം. എടാ, ഈ ബാംഗ്ലൂരിലെ പെമ്പിളരൊക്കെ എങ്ങനെയാ? എടാ, ആ പെൺകുട്ടിക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. അതാണ് ഇത്ര വലിയ തെറ്റ്. അമ്മച്ചി, ഞാൻ പിന്നെ വിളിക്കാം. എനിക്ക് വേറെ എടി അഞ്ജലി, എടി വാതിൽ തുറക്കടി. മനുഷ്യന്റെ കൺട്രോൾ പോണു. ഇതെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യാൻ പഠിക്ക്. ഹലോ വക്കച്ച. എടോ, താൻ ഇതുവരെ റെഡിയായില്ലേ? രാവിലെ തന്നെ തുടങ്ങിയല്ലേ? അതല്ലടോ, എനിക്ക് കക്കൂസി പോണം. എന്നാ പിന്നെ അത് വേഗം അങ്ങോട്ട് ആവട്ടെ. ആ ബാർബർ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് 10 മണിക്ക് എത്താന്ന് പറഞ്ഞല്ലേ? ഓ,
ബാർബർ ഷോപ്പ് അല്ല വക്കച്ച, ഹെയർ സലൂൺ. കട്ടിങ്ങും ഷേവിംഗും തന്നെയല്ലേ? ജസ്റ്റ് മിനിറ്റ്. അപ്പൊ പിന്നെ ഈ പേരൊക്കെ മതി. എന്നെ ഉമ്മാരിവിടെ വെച്ച് പൊറപ്പിക്കുന്നില്ലാന്നേ. അതെ, ഇതൊന്ന് പിടിച്ചേ. He's coming. എനിക്ക് ഇവിടെ തുറക്കണില്ല. അയ്യോ അമ്മച്ചി തുറക്കടി. കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അമ്മച്ചി തുറക്കടി. എടി വാതിൽ തുറക്കാൻ. അയ്യോ ഇപ്പൊ പോവും. എടി തുറക്ക്. Just miss. നിനക്കത്ര കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ വല്ല ഡയപ്പറും വാങ്ങിച്ചിടാ. പൊടി. പത്രം വായിക്കാനും സമ്മതിക്കില്ല. മതി മോളെ മതി. ഞാൻ കണ്ടു നീ അവനെ നോക്കുന്ന നോട്ടം. എന്ത് നോട്ടം? നല്ല ആർത്തിയുള്ള പെണ്ണുങ്ങളെ കോഴിക്കോട് അങ്ങാടിയിലെ ഹലുവ നോക്കുന്ന നോട്ടം കണ്ടിട്ടുണ്ടോ? അതുപോലെയുണ്ട് നിന്റെ നോട്ടം. പൊടി. സോറി. എക്സ്ക്യൂസ് മീ, Yes. തുറക്കാൻ കിട്ടുന്നില്ല. Okay, let me try. താങ്ക് യു. ഒരു കോഫി ആയാലോ? ഇല്ല, റം. അതല്ലേ തനിക്കിഷ്ടം. സ്റ്റുപ്പിഡ്. കോഫി ആണെങ്കിൽ വന്നാൽ മതി. Sorry to keep you waiting. Coffee time? Okay. Stop staring. എന്തേ? ഞാൻ കോൺഷ്യസ് ആവും. I know I'm a little overweight. ഞങ്ങള് പാലാക്കാരനച്ചാന്മാർക്ക് നത്തോലി ഫ്രൈക്കാളും ബീഫ് ഒലത്തിയതാ ഇഷ്ടം. ലെറ്റ് മീ ടെൽ യു സംതിങ്. പറ. തനിക്കറിയോ, ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. അവരെല്ലാം തിരിച്ച് സ്നേഹിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ ഈ കമ്മിറ്റ്മെൻറ്റ്, പ്രേമം, കല്യാണം, ഇതിലൊന്നും എനിക്ക് തീരെ വിശ്വാസമില്ല. ഐ ജസ്റ്റ് വോണ്ട് ടു ലെറ്റ് യു നോ, ദാറ്റ്സ് ഇറ്റ്. ഈ ഡയലോഗാണോ എല്ലാവരോടും പറയാ? ഐ ഡോണ്ട് ഹാവ് എനി റിഗ്രറ്റ്സ് അബൌട്ട് ലാസ്റ്റ് നൈറ്റ്. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. പിന്നെ അത് വിചാരിച്ച് പ്രേമമൂത്ത് ഞാൻ തന്നോട് ഒരിക്കലും കല്യാണം കഴിക്കാൻ പറയില്ല. ആൻഡ് ഐ ഡോണ്ട് ബിലീവ് ഇൻ മാരേജ്. താൻ എൻ്റെ ടൈപ്പും അല്ല. അനന്ത് ഏബ്രഹാം, ഒരു കാര്യം, അയ്യാ, പോകുമ്പോഴേ ആ ഡോറൊന്ന് അടയ്ക്കണം. ഇതിപ്പോ എത്രാമത്തെയാ? എണ്ണൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല. നീ ഇങ്ങനെ ഓരോ ട്രോഫികൾ വാങ്ങിക്കൂട്ടിക്കോ. ആവശ്യത്തിലധികമാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയാ നമ്മൾ ഓർക്കണേ. നോ ചാൻസ്. കിടു കിടു. Smile. Okay, done. Take rest for some time. How is it going? Yeah, good. Hey, see the clicks. I like this. It's super. I like it too. Little better. സഞ്ജു, സഞ്ജു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. സഞ്ജു, ഐ എം പ്രഗ്നന്റ്. What? ഞാൻ പ്രഗ്നന്റ് ആണ്. നീ എന്താ ആളെ കളിയാക്ക? ഈ ബർഗർ കഴിക്കുന്നെന്ന് പറയുന്ന പോലെ കൂളായിട്ടാണല്ലോ നീ പറയുന്നത്. പിന്നെ ഞാൻ ഇവിടെ നിലവിളിച്ച് ബളം വെച്ച് പറയണോ ഞാൻ ഗർഭിണിയാണെന്ന്? സഞ്ജു, യു ഫിനിഷ് ദ ഷൂട്ട്. നമുക്കൊരു ഇടം വരെ പോണം. So, congratulations, Adra. You're pregnant. ഓക്കെ. ഓക്കെ, എന്തൊക്കെ? ഞാൻ കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞത് ഒരു ഫോർമാലിറ്റിക്ക് മാത്രമാണ്. ഞാൻ വിചാരിച്ചു സെക്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവുമായിരിക്കുന്നു. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ പെൺകുട്ടികൾ എമർജൻസി പില്ല് കഴിക്കുന്നത് മിഠായി കഴിക്കുന്ന ലാഘവത്തിലാണല്ലോ. പിറ്റേ ദിവസം എൻ്റെ അമ്മ ഒന്ന് വീണു, കൈ ഒടിഞ്ഞു. അമ്മേനെ നോക്കുന്ന തിരക്കിൽ ഞാൻ ആ പില്ല് കഴിക്കാൻ മറന്നു. എപ്പോഴാണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? കല്യാണം കഴിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. ഐ ഹാവ് നോട്ട് ഈവൻ ടോൾഡ് ദം. ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. യു ആർ 32. കല്യാണം കഴിക്കുകയാണെങ്കിൽ യു ക്യാൻ കീപ് ദ ബേബി. അതിന് കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അബോർട്ട് ചെയ്യാനാണോ ഉദ്ദേശം? വെൽ, ആതിരയ്ക്കിപ്പോൾ 1.5 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് വേറെ പ്രൊസീജിയറൊന്നും വേണ്ട. ഞാനൊരു ടാബ്ലറ്റ് എഴുതി തരാം. ഇത് രാത്രി കഴിച്ചാൽ മതി. 2 ദിവസം നല്ല പെയിൻ ഉണ്ടാവും.
താങ്ക് യു ഡോക്ടർ. താങ്ക്സ്. ആദ്ര, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. പിന്നെ കല്യാണം അത്ര ഭീകര പ്രശ്നമല്ലെങ്കിൽ ഈ കുഞ്ഞിനെ വെറുതെ കൊല്ലണ്ടല്ലോ.